സിനിമയിൽ പോലും അടുക്കള പ്രേമം എത്ര മ്ലേച്ഛമായിട്ടാണ് കാണിക്കുന്നത്. എന്ത് സ്പീക്കാണ് അതല്ലേ. ഞാൻ കുറച്ച് ദിവസം വിചാരിക്കും നിനക്ക് എന്താ മാറ്റം. അമ്മയ്ക്ക് ഞാൻ ബോംബെയിലാണപ്പോ ഇത്രയും വലിയ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഈ അടുക്കളയിൽ എനിക്ക് ഇഷ്ടമുള്ള പരിസരവുമാണ്. നമുക്ക് പോകാം. 5 മിനിറ്റ് മുടി കളർ ചെയ്യണം. മുടി കളർ ഇപ്പോഴാണ് ഈ തപ്പി നടക്കുന്നത്. പക്ഷേ ഗോദ്രേജ് സെൽഫി ഷാമ്പു ഹെയർ കളർ ഷാമ്പു പോലെ ഈസി ഒപ്പം 5 മിനിറ്റ് നനച്ച മുടി അപ്ഡേഷൻ എക്സ്ട്രാ കളർ എക്സ്ട്രാ ക്ലീനിംഗ് ഉണ്ടല്ലോ. പുറമേ പുരട്ടിക്കൊണ്ടേയിരിക്കുമോ അതോ വേദനയുടെ അറ്റം വരെ പോകുമോ? ഇത് പുറമെയുള്ള വേദനയല്ല, ഉള്ളിലുള്ള ക്ഷമിച്ച എല്ലുകളുടേതാകാം. അതുകൊണ്ട് ഹോർലിക്സ് വിമൻസ് പ്ലസ് വിറ്റമിൻ ഡി പോഷണമാർന്ന തിളക്കമുള്ള ചർമ്മത്തിനായി. ഇത് 3 ദിവസം വരെ ദുർഗന്ധം ബ്ലോക്ക് ചെയ്യുന്നു. 3 ദിവസം വരെ ദുർഗന്ധം ബ്ലോക്ക് ചെയ്യുന്നു. ഓ എന്തൊരു ചൂടാ. പക്ഷേ രാജ് ഇപ്പോഴും ഫ്രഷാണ്. പുതിയ അഡ്വാൻസ് കംഫർട്ട് സ്മാർട്ട് ഫ്രഷ്നെസ് ടെക്നോളജിക്കൊപ്പം ഇനി വിയർപ്പ് തുള്ളികൾ വസ്ത്രങ്ങളിൽ നിന്നും സുഗന്ധം പുറപ്പെടുവിക്കും. സൂപ്പർ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ദിവസങ്ങളിൽ സൂപ്പർ ഫ്രഷ് ആയിരിക്കും പുതിയ അഡ്വാൻസ് കംഫർട്ട്. പുതിയ ലക്സ് സാൻഡൽ ചന്ദന തൈലം വിറ്റമിൻ സി അടങ്ങിയത് വെയിലും കൊണ്ടുണ്ടാകുന്ന പാടുകൾ കുറയ്ക്കുന്നു. എനിക്ക് നൽകുന്നു ക്ലിയർ ഗ്ലോയിങ് ചർമ്മം. അതിനാൽ എനിക്ക് സൂര്യനെ നേരിടാൻ കഴിയും. ഒന്നിനും എന്നെ തടയാനും കഴിയില്ല. എന്റെ ക്ലിയർ ഗ്ലോ ലക്സ് സാൻഡൽ. ഓഹോ, ലൈറ്റ് പോയി. ആദ്യം പഴയ മെഷീൻ ഓഫാകും, പിന്നീട് കൊതുക് കാരണം കുട്ടി ഉണരും. പക്ഷേ ഈ പ്രശ്നമില്ല. പഴയ ഗുഡ് നൈറ്റിനെ അപേക്ഷിച്ച് അഡ്വാൻസ് ഫോർമുല കൊണ്ട് നിർമ്മിച്ച പുതിയ ഗുഡ് നൈറ്റ് ലൈറ്റ് പോയതിനു ശേഷവും 2 മണിക്കൂർ വരെ നിൽക്കും. പുതിയ ഗുഡ് നൈറ്റ് ലിക്വിഡ്. മിസ്സസ് മേനോൻ എന്താണ് നോക്കുന്നത്? ഓ ഗോഡ്, എന്റെ വെളുത്ത മുടിയിലേക്ക് തുറച്ചു നോക്കുന്നു. എങ്ങനെയാണോ? ശരിക്കും വേണ്ടിയോ? 24 വെളുത്ത മുടി. പ്രീതി മാഡം, വെളുത്ത മുടിയെ കുറിച്ച് ചിന്തിക്കാതെ ധൈര്യപൂർവ്വം പുതിയ ഗോദ്രേജ് എക്സ്പേർട്ട് റിച്ച് ക്രൈം കൊണ്ട് കളർ ചെയ്യും. ഇതിലുണ്ട് ആരോ ഇൻഫ്യൂസ് ജെൽ. ഇത് അനായാസം കളറുമായി കലരുന്നു. മുടി സോഫ്റ്റ് ആൻഡ് ഷൈനി ആയി കാണപ്പെടുന്നു. കണ്ടോ, നമ്പർ 7 ഇവനാണ്. കാരണം ഇവനും അറിയില്ലാതെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ചിപ്സ്. അപ്പോൾ ആരാ ക്രേസി? നമുക്ക് നിന്റെ മുടിയിൽ fill in the blanks കളിക്കാം. നിന്റെ മുടിയെ കുറിച്ച് നല്ല എന്തെങ്കിലും ബ്ലാങ്കിൽ ഫിൽ ചെയ്യുക. ഹെയർ ഫാൾ നല്ലതുപോലെ ഫിൽ ചെയ്യാനാണെന്ന് കഴിയുമോ? പരിഹാരം പ്രോട്ടീൻ റീഫില്ലാണ്. പുതിയ ഡാർക്ക് ഹെയർ ഫോൾ റെസ്ക്യൂവിലുണ്ട് 5 പ്രോട്ടീൻസ്. മുടിയിലെ പ്രോട്ടീൻ ബ്ലാക്സിനെ റീഫിൽ ചെയ്യുന്നു. ഹെയർ ഫാളിൽ നിന്നും സംരക്ഷിക്കുന്നു. മുടിയെ വ്യക്തമായി കഴിവുള്ളതാക്കുന്നു. മുടിയെ വ്യക്തമായി കഴിവുള്ളതാക്കുന്നു. ഹെയർ ഫാളിന്റെ ആശങ്കയില്ല. പുതിയ ഡാർക്ക് ഹെയർ ഫോൾ റെസ്ക്യൂ. ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞോ? ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ 1 മാസം കൊണ്ട് തീർക്കാവുന്ന പണിയുള്ളൂ. 1 മാസോ? അടുത്ത 2 ആഴ്ചക്കുള്ളിൽ തന്നെ തീർക്കാൻ എഴുതിയില്ലേ? ലോണൊക്കെ അടുത്ത് തന്നെ പാസ്സായി കിട്ടും. ഓ, എത്രയും പെട്ടെന്ന് തീർത്തരാം. രതീഷേ, ഒന്ന് പെട്ടെന്ന് മാറേ. അപ്പൊ പിന്നെ നാളെ കാണാം മേഡം. ദിലീപ് നിന്നെ ഇതെന്റെ വീടാണ്, അല്ലാതെ ഗോഡൌൺ ഒന്നുമല്ല.
ഞാൻ എന്റെ വീട് ദിലീപിനെ പോലത്തെ ഒരാളെ ഏൽപ്പിച്ചു പോകുമ്പോ അത് വിശ്വാസം എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ്. ദിലീപിന്റെ കൂടെയുള്ള മറ്റാരെങ്കിലും അത് തെറ്റിച്ച ഞാൻ പൊറുക്കില്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യുന്ന മാഡം പറയുന്നത്? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരോ ഒരാൾ സിഗരറ്റ് വലിക്കുന്നുണ്ട്. അതിനുള്ള തെളിവ് എന്തെങ്കിലുണ്ട്? അതിപ്പോ ഒരാൾ മാത്രമല്ല, എല്ലാരും പഠിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ ഞാനും പഠിക്കാറ്. നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ സ്വകാര്യ കാര്യങ്ങൾ ഇടപെടാമെന്ന് നിങ്ങൾക്ക് അവകാശമില്ല. പിന്നെ ഞങ്ങൾ പണിക്കാര് പണിസ്ഥലത്ത് സിഗരറ്റ് വലിക്കാറില്ല. കാരണം പണിസ്ഥലം ഞങ്ങൾക്ക് ഒരു അമ്പലം പോലെയാണ്. ഈ വീട്ടില് മാഡം ഒറ്റക്കൊന്നുമല്ലല്ലോ, കൂടെ ഭർത്താവില്ലേ. ഞങ്ങളോട് ചാടി കഴിക്കുന്നതിന് മുമ്പ് സാറിനോട് ഒന്ന് ചോദിച്ചു നോക്ക്. ചിലപ്പോ സാറിനറിയാൻ ആ സിഗരറ്റ് കുറ്റി ആരാ അതിൽ വെച്ചത്. പോയിക്കോട്ടെ, നാളെ കാണാം. ഞാനിപ്പോ വന്നതിനേക്കാൾ ഇത്രയും നാളെന്നെ പറ്റിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലേ? എല്ലാം ഇട്ടെറിഞ്ഞ് നിന്റെ കൂടെ ഇറങ്ങി വന്നവളല്ലേ ഞാൻ? എന്നോട് നീ ഇത് ചെയ്തല്ലോ. പറ അഭി. എന്നെ ഇട്ടെറിഞ്ഞ് ഇറങ്ങിയൊന്നും ഞാനല്ലേ. നിനക്ക് എന്ത് നഷ്ടമാണ് നീ പറയുന്നത്? നിന്റെ പേര് പറഞ്ഞ് ഞാനല്ലേ വീട് വിട്ട് ഇറങ്ങി വന്നത്. എനിക്ക് എന്റെ ചേട്ടൻ നഷ്ടം. അപ്പുന്റെ അച്ഛനും അവന്റെ അസുഖം വന്നല്ലേ മരിച്ചുപോയത്. അത് നമ്മുടെ കല്യാണത്തിന് പോകും. അപ്പൊ ഞാൻ കാരണം നിനക്ക് എന്താണ് നഷ്ടം വന്നത്? ഇവിടെ നഷ്ടത്തിന് കണക്കല്ല പ്രശ്നം. എന്തിന് നീ ഇത് എന്നോട് മറച്ചു വെച്ചു? പറ്റിപ്പോയി. അതായത് അങ്ങനെ സംഭവിച്ചു. വളരെ അട്രാക്റ്റീവായ ഒരു പെൺകുട്ടി മുമ്പിൽ നിന്നപ്പോ അത് മനഃപൂർവ്വമായിരുന്നില്ല. നീ എന്തൊക്കെയാണ് പറഞ്ഞേ? I slept with her. ഹരി, ഇതെങ്ങനെ ഇവിടെ വന്നു? അപ്പൊ നീ വിളിച്ച് അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അഭി, ഒരു ഭാര്യയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യം നീ എന്നോട് പറഞ്ഞത്. ഒരിക്കലും പാപ്പത്തിനാൻ പറ്റാത്ത കാര്യം. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തെറ്റല്ല. എനിക്ക് എന്റെ സെക്ഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് വേണ്ടി പക്ഷെ പാവം എന്റെ അച്ഛൻ സിഗരറ്റ് വലിച്ച് വയ്യാതെ ത്രോട്ട് ക്യാൻസർ വന്ന് മരിച്ച ഏത് ബാലം നിനക്ക് മനസ്സിലാവത്തില്ല. സിഗരറ്റ് വലിച്ച് ചത്തത് ഞാൻ എന്ത് ചെയ്യണം? How dare you? അപ്പനിപ്പോ എന്താ വേണ്ടത്? ഈ സിഗരറ്റ് വലിച്ചത് ഞാനാണെന്ന് പറഞ്ഞു. അത്രയും വേണം. ഞാനാ വലിച്ചത്. യോഗി അകത്തുണ്ട്. എന്താ? പള്ളിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. കൊച്ചച്ഛനെ വെച്ചിരിപ്പണ്ടായിരുന്നു. ഞാനിപ്പോ പള്ളിയിൽ വന്നല്ലേ ഉള്ളൂ. നീ വിട്ടോ, ഞാൻ എത്തിക്കോളാം. ഇച്ചിരി വെള്ളം കിട്ടുള്ളായിരുന്നു. ഇല്ലാന്ന്. ഞായറ്റല്ലേ ഒറ്റ കൂടിയല്ലേ?
സ്ക്രൂ ഇട്ട് മുറുക്കണം. അവിടെയാണ് സ്ക്രൂ ഇട്ട് മുറുക്കണം. ഇപ്പുറത്തോ അത് ഇപ്പുറത്തെ സൈഡിലാണ്. അത് പരിപാടി കുറിച്ച് ആളുകളെ പോയി അത് ആട്ടോ കട. നിങ്ങൾ കൂടെ പോകല്ലേ? നമുക്ക് ഒരുമിച്ച് ജോലിയായിട്ട് പോവാലോ. അപ്പോ സ്ക്രൂ ഇടാൻ നമ്മ പറയുന്നതാണ്. ആ സ്ക്രൂ എടുക്കണ്ടേ? പിന്നെ എങ്ങനെയാ? ഞാൻ പാട്ടേ അടിച്ചത് ഏതാ ടീമെന്ന് മനസ്സിലായത്? നമ്മുടെ അവരെങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലല്ലോ. മാറ്റേ അതെ ഞാൻ പറയാൻ പറ്റും. ഞാൻ ഭയങ്കര വയലറ്റാ. തുറുപ്പേട്ട മോനെ കാലഘട്ടം എന്തെങ്കിലും കാശുണ്ടായിരുന്നു. നീ എടുത്താ എനിക്ക് നല്ല കൈമായിരുന്നു. ആദ്യം തന്നെ അവനെ നമ്മളെ ഗൾഫിൽ അയച്ചിട്ടേ അവന്റെ ചെവി കൂട്ടുകാരാണല്ലോ അതാകുമ്പോ ചെവിക്ക് കുത്തി കേട്ടാ നമ്മുടെ കളികളാ. ചേച്ചി ഞാൻ മറ- ഈ അറ്റത്തിലേക്ക് മോന്താണ്ടാ. ഈ അറ്റത്തേക്ക് നല്ല മോന്താണ്ടാണ്. വാർത്തയ്ക്ക് വേണ്ടിയപ്പോഴേ മോന്തടുത്ത ഇതൊക്കെ ഞങ്ങൾ പൊട്ടച്ചിട്ട് തമാശകളാ. പിന്നെ ഇഷ്ടം പോലുണ്ട്. അവള് പോകുന്ന വഴിക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു. വേണമെങ്കിൽ കാണാണ്ട് പാടുന്നിട്ടേ വേണമെങ്കിൽ കാണാണ്ട് പാടില്ല. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബിക്കോസ് മസാലകൾ കറി പൗഡറുകൾ പതിവാക്കൂ ശുദ്ധമായതിനെ എന്നും
ശരി ശരി. അപ്പൊ ബ്യൂട്ടി കോൺടെസ്റ്റ് കാണാം. ന്യൂ യാർഡ്ലി ലണ്ടൻ പെർഫ്യൂംഡ് ബ്യൂട്ടി ടാബ് ഇപ്പോൾ 97% നാച്ചുറൽ ഡിറൈവ്ഡ് ഇൻഗ്രീഡിയൻസിനൊപ്പം നിങ്ങളുടെ മുഖത്തിന് നൽകുന്നു നാച്ചുറൽ ഗ്ലോ. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ എല്ലാ കണ്ടസ്റ്റൻസും സ്റ്റേജിന് പുറകിലാണ്. ഞാൻ കണ്ടസ്റ്റന്റ് അല്ല, ഷോ കാണാമെന്ന്. ഓ, യാർഡ്ലി പെർഫ്യൂംഡ് ബ്യൂട്ടി ടാബ് മുഖത്തിന് നൽകുന്നു നാച്ചുറൽ ഗ്ലോ. സ്റ്റെപ്പ് അപ്പ് വിത്ത് യാർഡ്ലി. ഓഹോ, ലൈറ്റ് പോയി. ആദ്യം പഴയ മെഷീൻ ഓഫാക്കി. പിന്നീട് കൊതുക് കാരണം കുട്ടി ഉണരും. പക്ഷേ ഇനി പ്രശ്നമില്ല. പഴയ ഗുഡ് നൈറ്റിനെ അപേക്ഷിച്ച് അഡ്വാൻസ് ഫോർമുല കൊണ്ട് നിർമ്മിച്ച പുതിയ ഗുഡ് നൈറ്റ് ലൈറ്റ് പോയതിനു ശേഷവും 2 മണിക്കൂർ വരെ നിൽക്കും. പുതിയ ഗുഡ് നൈറ്റ് ലിക്വിഡ്. അമ്മേ കഥ പറഞ്ഞു തരുമോ? ഇതാണ് ചോളരാജകുമാരൻ. അവിടെ വളരെ ഐശ്വര്യമുള്ള മുഖമല്ലേ? ഐശ്വര്യമുള്ള മുഖം എന്ന് വെച്ചാൽ ലോയൽ മുഖം. അമ്മയുടെ മുഖം പോലെ ഐശ്വര്യമുള്ള മുഖം. പഠിക്കാൻ തിരഞ്ഞെടുത്ത രാജ്യം ബുക്ക് നീ അവിടെ എത്തിക്കാനും അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരാനും സാലറി വരികയുണ്ടല്ലോ കൂടെ. അഡ്മിഷനായി വിളിക്കൂ 6235. ഞാൻ ഇത് ഇന്നത് വെച്ചിട്ടുണ്ട്. ഇത് ടോയ്ലറ്റ് മീഡിയ. എന്ത് വൃത്തിയാക്കാനുള്ള പ്ലാനാണ്? ഡിറ്റർജന്റ് കൊണ്ട് വസ്ത്രങ്ങളല്ലേ കഴുകാം. അങ്ങനെയല്ല, നോക്ക്, ടോയ്ലറ്റ് വൃത്തിയാക്കാം. എന്നിട്ടും മഞ്ഞൾപ്പൊടി ഇത് പുതിയതുപോലെ വരുമ്പോ ഉണ്ടാകുമോ? ഉണ്ടാകും. ഹാർഡ് ഉണ്ടല്ലോ. ഇത് ഡിറ്റർജന്റിനെ അപേക്ഷിച്ച് 10 മടങ്ങ് മാക്സിമം വൃത്തി നൽകുന്നു. മഞ്ഞൾക്കുമാർ ഒപ്പം നല്ല സുഗന്ധവും